Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തലശ്ശേരി സ്പെഷ്യലായ തേങ്ങ മുറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ നോമ്പ് തുറക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 സവാള ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 3 പച്ചമുളക്, ഒരു നുള്ളുപ്പും ചേർത്ത് ഇതിനെ നമുക്ക് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുമ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 150 ഗ്രാം ഷ്രെഡഡ് ചിക്കനെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 പുഴുങ്ങി സ്മാഷ് ചെയ്ത പൊട്ടാറ്റോ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പൊട്ടാറ്റോയുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്ലെയിമിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. ഞാൻ മിക്സിംഗ് ജാറിലേക്ക് 2 മുട്ട ഉടച്ച് കൂട്ടിയിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ വെള്ളം, പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് ഞാനിതിനെ നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ 6 മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നൊരു മുട്ട എടുത്ത് ഞാൻ മൈദയിലേക്ക് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ നമ്മൾ ഉണ്ടാക്കിയ പൊട്ടാറ്റോൻ്റെ മിക്സ്ചറിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ കയ്യിൽ വെച്ച് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കോട്ട് ചെയ്ത മുട്ടയെടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് ഞാൻ കുറച്ചും കൂടി പൊട്ടാറ്റോയിൽ നിന്നെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇതുപോലെ ഇതിനെ കവർ ചെയ്ത് ഒരു ഓവൽ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഞാൻ മുട്ടയുടെയും മൈദയുടെയും മിക്സ്ചറിലിട്ട് ഇതിനെ നന്നായി ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി കവർ ചെയ്തതിന് ശേഷം ഇതിനെ ഞാൻ ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനെ ഞാൻ ഒന്നും കൂടി മുട്ടയുടെയും മൈദയുടെയും മിക്സ്ചറിലിട്ട് കവർ ചെയ്ത് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനെ കൈകൊണ്ട് ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ളതിനെയും നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടാകുമ്പോൾ ഓരോന്നായി ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനെ മറിച്ചും തിരിച്ചും എല്ലാ സൈഡും നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ തലശ്ശേരി തേങ്ങമുറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും എന്നത്തെയും പോലെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. പിന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായി മാക്സിമം ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.